നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്നത്. വാക്കുകളിലൂടെ പറയാതെ തന്നെ ശരീരഭാഷയിലൂടെ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അത്തരം 12 പ്രധാന സൂചനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. ഈ സൂചനകൾ നിങ്ങൾക്കൊരു വ്യക്തിയുടെ മനസ്സറിയുവാൻ സഹായിക്കും. ഒന്നാമതായി, കാൽപാദങ്ങളുടെ ദിശ. ഒരു വ്യക്തിക്ക് നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ അവർ അറിയാതെ അവരുടെ കാൽപാദങ്ങൾ നമ്മുടെ ദിശയിലേക്ക് തിരിച്ചു വയ്ക്കും. ഇത് നമ്മുടെ സംഭാഷണത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ അവർക്കെതിരായിരിക്കും. അതുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങളുടെ ദിശ ശ്രദ്ധിക്കുന്നത് അവർക്ക് നമ്മോട് താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കും. കാൽപാദങ്ങളുടെ ദിശയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മനഃശാസ്ത്രജ്ഞനായ ഡെസ്മണ്ട് മോറിസിൻ്റെ പഠനങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ കാൽപാദങ്ങളുടെ ദിശ ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പറയുന്നു. ഒരാൾക്ക് നമ്മോട് താല്പര്യമുണ്ടെങ്കിൽ അവർ അറിയാതെ അവരുടെ കാൽപാദങ്ങൾ നമ്മുടെ ദിശയിലേക്ക് തിരിച്ചു വയ്ക്കും. ഇത് നമ്മുടെ സംഭാഷണത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. രണ്ടാമതായി, കൃഷ്ണമണിയുടെ വികാസം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ കൃഷ്ണമണികൾ അറിയാതെ വികസിക്കും. തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളാണ് ഇതിന് കാരണം. ഒരാൾക്ക് നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ കൃഷ്ണമണികൾ സാധാരണയേക്കാൾ വലുതായിത്തീരും. ഇതൊരു വ്യക്തിയുടെ യഥാർത്ഥ വികാരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. കൃഷ്ണമണിയുടെ വികാസത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മനഃശാസ്ത്രജ്ഞനായ എക്ക്ഹാർഡ് ഹെഡിൻ്റെ പഠനങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ കൃഷ്ണമണിയുടെ വികാസം ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പറയുന്നു. ഒരാൾക്ക് നമ്മോട് താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ കൃഷ്ണമണികൾ സാധാരണയേക്കാൾ വലുതായിരിക്കും. ഇതൊരു വ്യക്തിയുടെ യഥാർത്ഥ വികാരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. മൂന്നാമതായി, തോളുകളുടെ ദിശ. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പോലും അവരുടെ തോളുകൾ നമ്മുടെ നേർക്കാണെങ്കിൽ അവർ നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം. ഇതൊരാൾക്ക് നമ്മോട് താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തോളുകളുടെ ദിശയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മനഃശാസ്ത്രജ്ഞനായ ആൽബർട്ട് മെഹ്റാബിയൻ്റെ പഠനങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ തോളുകളുടെ ദിശ ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പറയുന്നു. ഒരാൾക്ക് നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ തോളുകൾ നമ്മുടെ നേർക്കായിരിക്കും. ഇതൊരാൾക്ക് നമ്മോടുള്ള താല്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. നാലാമതായി, വ്യക്തിപരമായ അടുപ്പം. ഇഷ്ടമുള്ള ഒരാളോട് കൂടുതൽ അടുത്ത് നിൽക്കാനും സംസാരിക്കാനും നമ്മൾ ആഗ്രഹിക്കും. ഒരാൾ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതവർക്ക് താല്പര്യമുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. വ്യക്തിപരമായ അടുപ്പത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മനഃശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ഡിഹാളിൻ്റെ പഠനങ്ങൾ നമുക്ക് പരിശോധിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ വ്യക്തിപരമായ അടുപ്പം ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പരാമർശിക്കുന്നുണ്ട്. ഇതൊരാൾക്ക് നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അഞ്ചാമതായി, തുറന്ന ശരീരഭാഷ. ഒരു വ്യക്തിക്ക് നമ്മോട് താല്പര്യമുള്ളപ്പോൾ അവർ കൈകൾ കെട്ടിവെക്കാതെയും ശരീരം നമ്മളിലേക്ക് അഭിമുഖീകരിച്ചും തുറന്ന മനസ്സോടെ നിൽക്കും. ഇത് സംഭാഷണത്തിൽ അവർക്ക് താല്പര്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. തുറന്ന ശരീരഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മനഃശാസ്ത്രജ്ഞനായ അലൻ പീഡിൻ്റെ പഠനങ്ങൾ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ തുറന്ന ശരീരഭാഷ ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പരാമർശിക്കുന്നു. ഒരാൾക്ക് നമ്മോട് താല്പര്യമുണ്ടെങ്കിൽ അവർ കൈകൾ കെട്ടിവെക്കാതെയും ശരീരം നമ്മിലേക്ക് അഭിമുഖീകരിച്ചും തുറന്ന മനസ്സോടെ നിൽക്കും. ഇത് സംഭാഷണത്തിൽ അവർക്ക് താല്പര്യമുണ്ട് എന്നത് വെളിവാക്കുന്നു. ആറാമതായി, ആകസ്മികമായ സ്പർശനങ്ങൾ. സംസാരിക്കുന്നതിനിടെ ചെറുതായി സ്പർശിക്കാനോ കൈകളിൽ പിടിക്കാനോ അവർ ശ്രമിക്കും. ഇതൊരാൾക്ക് നമ്മളോട് താല്പര്യമുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇതൊരാൾക്ക് നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആകസ്മികമായ സ്പർശനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മനഃശാസ്ത്രജ്ഞനായ ടിഫാനി ഫീൽഡിൻ്റെ പഠനങ്ങൾ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ആകസ്മികമായ സ്പർശനങ്ങൾ ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പറയുന്നു. ഒരാൾക്ക് നമ്മോട് താല്പര്യമുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതിനിടെ
ചെറുതായി സ്പർശിക്കാനോ കൈകളിൽ പിടിക്കാനോ ശ്രമിക്കും. ഇതൊരാൾക്ക് നമ്മോടുള്ള താല്പര്യത്തെ പ്രകടമാക്കുന്നു. ഏഴാമതായി ചലനങ്ങൾ അനുകരിക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മൾ മറ്റുള്ളവരുടെ ചലനങ്ങൾ അനുകരിക്കാറുണ്ട്. നിങ്ങളെ മറ്റൊരാൾ അനുകരിക്കുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് നിങ്ങളോടുള്ള താല്പര്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ചലനങ്ങൾ അനുകരിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മനഃശാസ്ത്രജ്ഞനായ ജോൺ ബാർഗിൻ്റെ പഠനങ്ങൾ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ചലനങ്ങൾ അനുകരിക്കുന്നത് ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്നു എന്നതിൻ്റെ പ്രധാന സൂചനയാണ്. ഒരാൾക്ക് നമ്മോട് താല്പര്യമുണ്ട് എങ്കിൽ അവർ നമ്മുടെ ചലനങ്ങൾ അനുകരിക്കും. ഇത് ഒരാൾക്ക് നമ്മോട് താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എട്ടാമതായി മുഖഭാവങ്ങൾ. നിങ്ങൾക്കൊരാളോട് താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുകയും പുഞ്ചിരിക്കുകയും കണ്ണുകളിൽ നോക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ കാണിക്കുന്നു. മുഖഭാവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മനഃശാസ്ത്രജ്ഞനായ പോൾ എക്മാൻ്റെ പഠനങ്ങളാണ് സഹായിക്കുക. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ മുഖഭാവങ്ങൾ ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചന നൽകുന്നതായി പറയുന്നു. ഒരാൾക്ക് നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അവർ ചിരിക്കുകയും കണ്ണുകളിൽ നോക്കുകയും ചെയ്യും. ഇതൊരു വ്യക്തിയുടെ യഥാർത്ഥ വികാരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഒൻപതാമതായി ശബ്ദത്തിലെ മാറ്റങ്ങൾ. ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം കൂടുതൽ മൃദുവായി മാറാറുണ്ട്. ഇതൊരാൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ശബ്ദത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മനഃശാസ്ത്രജ്ഞനായ ഡേവിഡ് ഗിവൻസിൻ്റെ പഠനങ്ങൾ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ശബ്ദത്തിലെ മാറ്റങ്ങൾ ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പറയുന്നു. ഒരാൾക്ക് നമ്മോട് താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം കൂടുതൽ മൃദുവായി മാറും. പത്താമതായി സംഭാഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾക്കൊരാളോട് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ സംഭാഷണത്തിൽ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കും. ഇത് നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. സംഭാഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മനഃശാസ്ത്രജ്ഞനായ ഡാനിയൽ ഗോൾമാൻ്റെ പഠനങ്ങൾ സഹായകരമാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ സംഭാഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്നതിൻ്റെ പ്രധാന സൂചനയായി പറയുന്നു. ഒരാൾക്ക് നമ്മോട് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അവർ നമ്മുടെ സംഭാഷണത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കും. 11ാമതായി കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരാൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ സംഭാഷണത്തിൽ അവർക്ക് താല്പര്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. കണ്ണുകളിലെ നോട്ടം ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയാണ്. ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നമ്മളിൽ തന്നെ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മോട് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. കണ്ണുകളിൽ നോക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മനഃശാസ്ത്രജ്ഞനായ സിക്കി റീസിൻ്റെ പഠനങ്ങൾ സഹായകരമാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ കണ്ണുകളിലെ നോട്ടം ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പരാമർശിക്കുന്നു. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നമ്മളിൽ തന്നെ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ അവർക്ക് നമ്മോടുള്ള തീവ്രമായ താല്പര്യമാണ് പ്രകടമാക്കുന്നത്. 12ാമതായി മുഖത്തെ തിളക്കം. ഒരു വ്യക്തിക്ക് നമ്മോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ മുഖം കൂടുതൽ തിളക്കമുള്ളതും ഊർജ്ജസ്വലവുമായി കാണപ്പെടും. ഇതൊരു വ്യക്തിയുടെ യഥാർത്ഥ വികാരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പ്രത്യേക തിളക്കം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മോട് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. മുഖത്തെ തിളക്കത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മനഃശാസ്ത്രജ്ഞനായ ഡേവിഡ് ഗിവൻസിൻ്റെ പഠനങ്ങൾ സഹായകരമാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ മുഖത്തെ തിളക്കം ഒരാളോടുള്ള താല്പര്യം കാണിക്കുന്ന പ്രധാന സൂചനയായി പരാമർശിക്കുന്നു. ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്തെ ഒരു പ്രത്യേക തിളക്കം കാണുന്നത് നമ്മോടുള്ള താല്പര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂചനകൾ ഒരു വ്യക്തിയുടെ താല്പര്യം മനസ്സിലാക്കാൻ സഹായിക്കുമെങ്കിലും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളും ശൈലികളും ഉണ്ടാകാം. അതുകൊണ്ട് ഒരാളുടെ വ്യക്തിത്വവും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കൂടുതൽ കൃത്യമായി തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കും.